എല്ലാവർക്കും നമസ്കാരം. കുബേരയോഗത്തിലൂടെ 2027 വരെ നല്ല കാലം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് വരുന്ന 1.5 വർഷക്കാലം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെതുമായിരിക്കും. വ്യാഴമാറ്റമൊക്കെ കഴിഞ്ഞു, ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു, ശുക്രൻ്റെ മാറ്റമായിരുന്നു. ഇതൊക്കെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ ഇടയാക്കുന്നു. വളരെ വേഗത്തിൽ ഉയർച്ചയിലെത്തുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവരിൽ പലരും. ഈശ്വരാധീനം കൂടുതലുള്ളവർ, ദൈവത്തെ അറിഞ്ഞു വിളിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല പ്രതിസന്ധികളെയും അനായാസം തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ദുർഘടഘട്ടങ്ങളിൽ നിന്നും ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇനി ഇവരുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. ഇത് നിലനിൽക്കുന്നത് 2027 വരെ തന്നെയാണ്. 2027 വരെ ഈ നക്ഷത്രജാതകർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. ഇനി ഇവരുടെ നാളുകൾ തന്നെയാണ് ആഗ്രഹ സാഫല്യങ്ങളുടെ നാളുകളാണ്. ധാരാളം സ്വത്തും വീട്ടിൽ സന്തോഷവും സമാധാനവും നല്ല ഒരു വീട് വയ്ക്കുവാനുള്ള യോഗവും വിദേശ രാജ്യത്ത് നല്ല രീതിയിൽ കഴിയുവാനുള്ള ഒരു യോഗവും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പോകാനും നല്ല ഒരു ഫ്യൂച്ചർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും സാധ്യമാകും. ഈശ്വരാധീനം കൂടുതലാണ് ഈ നക്ഷത്രജാതകർക്ക്. ഇവരെ സങ്കടപ്പെടുത്തിയവരൊക്കെ ഇവരുടെ മുന്നിൽ വന്നു ചേരും, ഉറപ്പായും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും പ്രാർത്ഥന നടത്തും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിണിയായ അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തീർച്ചയായും വന്നു ചേരും. മാരിയമ്മൻ കോവിലിലൊക്കെ സന്ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതം വഴിമാറുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതം മാറും. ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ഒത്തിരി സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. വരുന്ന കർക്കിടക മാസം 1-ാം തീയതി മൃത്യുഞ്ജഹോമം ഉണ്ടായിരിക്കുന്നതാണ്. 5000 പേരുടെ പേരും ജന്മനക്ഷത്രവും എഴുതി മൃത്യുഞ്ജഹോമം നടത്തുന്നു. തീർച്ചയായും നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും നാളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേ ദിവസം വ്രതശുദ്ധിയോടുകൂടി ശിവക്ഷേത്ര ദർശനം നടത്താൻ മറക്കരുത്. തീർച്ചയായും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ദീർഘകാലത്തെ ആഗ്രഹം പൂവണിയുന്നു ഈ നക്ഷത്രജാതകർക്ക്. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കാർത്തികയ്ക്ക് ഇത് നല്ല നാളുകൾ തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വരുന്ന 2 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിച്ച നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതം പൂവണിയും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. 2ാമത്തെ നക്ഷത്രം പുണർത്തമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. പുണർത്തത്തിനിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രജാതകർ ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഒരു കുഞ്ഞു തുകയെങ്കിലും ലോട്ടറിയിലൂടെ ഭാഗ്യമായി വന്നു ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആയില്യത്തിനിത് നല്ല സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാൽപായസം
ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മഖമാണ്. മകം പിറന്ന മങ്ക എന്നാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായ ധാരാളം സമ്പത്തും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തും ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി താമരപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും. കുറേ നാളുകളായി ജീവിതത്തിൽ അനുഭവിച്ചു വന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പൂരാടം എത്തുന്നു. പൂരാടത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ അതീവ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. പൂരാടത്തിന് നല്ല സമയമാണ്. അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. ഗുരുവായൂരപ്പൻ നിങ്ങളെ വിളിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. സ്വന്തമായി ഒരു വീട്, സ്വന്തമായി ഒരു ബിസിനസ്, നല്ല തൊഴിൽ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്ര ജാതകർക്ക് അതൊക്കെ സഫലമാകുന്ന സമയം. സ്വപ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. തിരുവോണം നക്ഷത്ര ജാതകർ കോടീശ്വരന്മാരാകും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം രേവതിയാണ്. പണത്തിൻ്റെ പെരുമഴയിൽ ഇവർ നനയുകയും ഇവർ ധാരാളം സമ്പാദിക്കുകയും ചെയ്യും. ഇവർക്ക് അന്നം മുട്ടില്ല. പ്രതിസന്ധികൾ ഒട്ടനവധി ഉണ്ടാകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ശിവഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം രേവതി നക്ഷത്ര ജാതകർക്ക് ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തും. ജ്യോതിഷപ്രകാരം നിങ്ങളുടെ സമയം തെളിയുകയാണ്. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ മാറാൻ പോകുകയാണ്. എന്നിരുന്നാലും ചില അനുകൂല കാര്യങ്ങൾ എപ്പോഴും ഇവർക്ക് ഒപ്പമുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് ഇവരുടെ കഴിവ്. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ വരണമെന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇനി ഒരുപാട് നേട്ടമാണ്, ഒരുപാട് ഭാഗ്യമാണ്. നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നു കയറുന്നുവോ ആ വീട്ടിൽ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അതിലൊക്കെ നിങ്ങൾ വിജയിക്കും. അബദ്ധങ്ങളൊന്നും വന്നു ചേരാതെ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് കുതിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നല്ല സൗഭാഗ്യങ്ങൾ തന്നെയാണ്. വായുവേഗത്തിൽ വളരുവാനുള്ള ഒരു അദൃശ്യമായ ശക്തി നിങ്ങളിലുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ദൈവീകമായിട്ടുള്ള പ്രാർത്ഥനയുമായി മുന്നോട്ട് പൊയ്ക്കുള്ളൂ. തീർച്ചയായും വിജയിക്കും, ഉറപ്പായ കാര്യം.